എവ്രിവൺ, അപ്പം നമ്മുടെ 6th സെമ്മിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് GSTIN? എന്താണ് GSTIN എന്ന് പറഞ്ഞാൽ? GSTIN എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് അല്ലേ GSTIN എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അത് ഒരു യുണീക്കായിട്ടുള്ള ഒരു 15 ഡിജിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. എത്ര ഡിജിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്? യുണീക്കായിട്ടുള്ള 15 ഡിജിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഈ ഒരു നമ്പർ ആർക്കാ ഉണ്ടായിരിക്കുക? അതായത് നമ്മുടെ ടാക്സ് GST റെജീമിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ടാക്സ് പേയേഴ്സിനും ഈ ഒരു നമ്പർ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും? അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു 15 ഡിജിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? GSTIN എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അണ്ടർ വാട്ട് കണ്ടീഷൻസ് ക്യാൻ എ GST രജിസ്ട്രേഷൻ ബി ക്യാൻസൽഡ്? അതായത് ഏതൊക്കെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക? ഒരു ടാക്സ് പേയറുടെ GST രജിസ്ട്രേഷൻ എപ്പോഴൊക്കെയാണ് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 സിറ്റുവേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫെയിലിയർ ടു ഫയൽ റിട്ടേൺസ്, നോൺ കംപ്ലയൻസ് വിത്ത് GST പ്രൊവിഷൻസ്, ക്ലോഷർ ഓഫ് ബിസിനസ്. അതിൽ ഫസ്റ്റ് വൺ ഏതാ? ഫെയിലിയർ ടു ഫയൽ റിട്ടേൺസ് അല്ലേ. അതായത് ഒരു ടാക്സ് പേയർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലേ. അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ അയാൾ GST റിട്ടേൺ എന്ത് ചെയ്തില്ല? ഫയൽ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അതൊരു വട്ടമല്ല, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പീരീഡ്സിൽ അയാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ GST അതോറിറ്റീസ് എന്ത് ചെയ്യും? അയാളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. പിന്നെ പറയുന്നത് നോൺ കംപ്ലയൻസ് വിത്ത് GST പ്രൊവിഷൻസ്. അതായത് ടാക്സ് പേയർ അല്ലെങ്കിൽ ആ ബിസിനസ് എന്ത് ചെയ്യാണ്? GST പറയുന്ന കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട് അല്ലേ, ആ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്? രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലോഷർ ഓഫ് ബിസിനസ്, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടാക്സ് പേയർ എന്ത് ചെയ്യാണ്? അയാളുടെ ബിസിനസ് ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് പകുതിക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എന്തായി പോവും? അതോറിറ്റീസ് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ 3 സിറ്റുവേഷൻ അല്ലെങ്കിൽ 3 കണ്ടീഷൻസിലാണ് GST രജിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്യുന്നത്. ഏതൊക്കെ കണ്ടീഷൻസാ? ഫെയിലിയർ ടു ഫയൽ റിട്ടേൺസ്, നോൺ കംപ്ലയൻസ് വിത്ത് GST പ്രൊവിഷൻസ്, ക്ലോഷർ ഓഫ് ബിസിനസ്. ഓക്കെ, അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ ടേം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. എന്താ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയിൽ എനിക്ക് സ്ഥിരമായിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പേഴ്സൺസ് അല്ല. അതായത് ഇപ്പോൾ എനിക്ക് ഈ സ്റ്റേറ്റിൽ, ഇപ്പോൾ എനിക്ക് കേരളത്തിൽ ഓൾറെഡി എന്തുണ്ട്? ബിസിനസ് ഇല്ല. എനിക്ക് ഈ സ്റ്റേറ്റിൽ എന്തില്ല? ബിസിനസ്സേ ഇല്ല. സ്ഥിരമായിട്ടുള്ളൊരു ബിസിനസ് ഇല്ല, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ പ്ലേസ് എൻ്റെ ഈ സ്റ്റേറ്റിലല്ല. പക്ഷെ ഞാൻ ഈ സ്റ്റേറ്റിൽ ഇടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു സപ്ലൈ നടത്താണ്, ഗുഡ്സ് ഓർ സർവീസസിൻ്റെ സപ്ലൈയോ ട്രാൻസാക്ഷൻസോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയോ അയാളുടെ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് അല്ല, പക്ഷേ എങ്കിൽ കൂടിയും അയാൾ അവിടെ വന്നിട്ട് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടത്തുന്നുണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? എന്താ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? അതൊരു എമൗണ്ട് ആണ്. അതായത് നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട്, അത് നോക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓഫ് GST, അതിനൊരു GST അവർ പേ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ എമൗണ്ട് ഓഫ് GSTനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് GST രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ
അയാളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓഫ് GST പേ ചെയ്തിട്ടുള്ളതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് ടാക്സ് കസ്കാഡിങ്. ടാക്സ് കസ്കാഡിങ് എന്ന് പറയുന്നത് ടാക്സ് ഓൺ ടാക്സ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റ് കടന്നു പോകുന്ന എല്ലാ സ്റ്റേജിലും അതിന് എന്ത് കൊടുക്കുക, അതായത് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ്, ഒരു ബയറിൻ്റെ നിന്ന് അടുത്ത സെല്ലറിക്ക് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും അവിടെ എന്ത് വന്നുകൊണ്ടിരിക്കുന്നു, ആ ഒരു പ്രോഡക്റ്റിന്, സെയിം പ്രോഡക്റ്റിന് തന്നെ ടാക്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ടാക്സ് കസ്കാഡിങ് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യാണ്, ആ ഒരു വാല്യൂ, ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂവിൽ വീണ്ടും എന്ത് ചെയ്യാണ്, ടാക്സ് വരികയാണ്. പക്ഷേ ഓൾറെഡി പ്രീവിയസ് ബയർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ പ്രൊഡക്റ്റിന് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും അതുമ്പോൾ ടാക്സ് വരുന്നു. അതായത് എൻ്റെ കൺസ്യൂമറുടെ കയ്യിൽ വരുമ്പോൾ ഓൾറെഡി ടാക്സ് പേ ചെയ്തിട്ടുണ്ടായിരിക്കും ആ പ്രോഡക്റ്റിന്. അപ്പം അങ്ങനെ എക്സ്ട്രാ ടാക്സ് ഓൺ ടാക്സ് വരുന്നതിനെയാണ് ടാക്സ് കസ്കാഡിങ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് GSTR1. ഒരു റിട്ടേൺ ആണ് അല്ലേ, GSTR1, 2 എന്നൊക്കെ പറയുന്നത് റിട്ടേൺസ് ആണ്. അപ്പോൾ ഈ ഒരു റിട്ടേൺ എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ടാക്സ് പെയർ എന്തെങ്കിലും ഔട്ട്വേർഡ് സപ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ ആണ് GSTR1. ഔട്ട്വേർഡ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ സെയിൽസ്, ടാക്സ് പെയർ സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR1. അത് മന്ത്ലിയോ ക്വാർട്ടർലിയോ എപ്പോൾ വേണമെങ്കിൽ ഫയൽ ചെയ്യാം. അത് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ടാക്സ് പെയറിൻ്റെ ടേൺ ഓവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ടാക്സ് പെയറിൻ്റെ ടേൺ ഓവർ നോക്കിയിട്ടാണ് ഈ ഒരു GSTR1 മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു റിട്ടേൺ എന്തിനു വേണ്ടിയിട്ടാണ്, മെയിനായിട്ട് ഔട്ട്വേർഡ് സപ്ലൈ സെയിൽസിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ കണ്ടീഷൻ ഫോർ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അണ്ടർ GST. GSTയിൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഉണ്ട് അല്ലേ, TDS എന്നൊക്കെ പറയുന്നത്. ഈ ലോട്ടറി ഒക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ TDS ആണ് ചെയ്യുക. അവരപ്പോൾ തന്നെ എന്ത് ചെയ്യും, ടാക്സ് ഡിഡക്റ്റ് ചെയ്യും അല്ലേ. അങ്ങനെ ഡിഡക്ഷൻ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളത്, TDS ഡിഡക്റ്റ് ചെയ്യുന്നത് എത്ര റേറ്റിനായിരിക്കണം, 2% ഓൺ പേയ്മെൻറ്റ് മെയ്ഡ് ടു സപ്ലയർ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ TDS എത്ര പെർസെൻറ്റേജ് ആണ് ഡിഡക്റ്റ് ചെയ്യുന്നത്, 2%. അതായത് നമ്മൾ സപ്ലയർക്ക് കൊടുക്കുന്ന പേയ്മെൻ്റ് ഉണ്ടല്ലോ, ആ പേയ്മെൻറ്റിൻ്റെ 2% എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ഡിഡക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. വെറുതെ ടോട്ടൽ വാല്യൂ സച്ച് സപ്ലൈ അണ്ടർ ആൻ ഇൻഡിവിജ്വൽ കോൺട്രാക്ട് എക്സീഡ് 2,50,000 റുപ്പീസ്. അതായത് TDS എത്ര ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, 2% ഓൺ പേയ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ടു സപ്ലയർ. അതായത് സപ്ലയർക്ക് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ 2% ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ ആ സപ്ലൈയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 കൂടുതലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സപ്ലൈ നടന്നു, ആ സപ്ലൈയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 ആണെന്നുണ്ടെങ്കിൽ സപ്ലയർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ 2% എന്തായിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യാം. ഇതാണ് കണ്ടീഷൻ പറയണത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അടുത്തതാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, സപ്ലയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. എപ്പോഴാണത്, സപ്ലയർ റെസിപ്പൻറ്റിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. എപ്പോഴാണ് ഇഷ്യൂ ചെയ്യണത്, വാല്യൂ ഓഫ് സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ. അതായത് വാല്യൂ ഓഫ് സപ്ലൈ നോട്ട് ചെയ്യുക, എന്താണ്, വാല്യൂ ഓഫ് സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലയർ റെസിപ്പൻറ്റിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ ഡെബിറ്റ് നോട്ടോ, ഡെബിറ്റ് നോട്ട് വാല്യൂ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇനീഷ്യൽ ഇൻവോയ്സിന് ശേഷം വാല്യൂ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, ക്രെഡിറ്റ് നോട്ട് വാല്യൂ സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോഴും ഡെബിറ്റ് നോട്ട് വാല്യൂ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട് എത്ര ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം, ഡേറ്റ് ഓഫ് സപ്ലൈ കഴിഞ്ഞിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം. ഡെബിറ്റ് നോട്ടും ഡേറ്റ് ഓഫ് സപ്ലൈ കഴിഞ്ഞിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സ്പെഷ്യൽ ഓഡിറ്റ്. സ്പെഷ്യൽ ഓഡിറ്റ് ആരാ ഇനീഷ്യേറ്റ് ചെയ്യണത്, ടാക്സ് അതോറിറ്റീസ് ആണ് ഇനീഷ്യേറ്റ് ചെയ്യണത്. എപ്പോഴാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അതായത് ടാക്സ് അതോറിറ്റീസിന് തോന്നുകയാണ് ടാക്സ് പേയേഴ്സിൻ്റെ റിട്ടേണിലോ അക്കൗണ്ട്സിലോ എന്തെങ്കിലുമൊക്കെ അൺക്ലിയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ
ഡിസ്ക്രിപ്പൻസീസ് അവർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ടാക്സ് അതോറിറ്റീസിന് തോന്നുകയാണെങ്കിൽ ടാക്സ് അതോറിറ്റീസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ടാക്സ് അതോറിറ്റീസിന് തോന്നുകയാണ് ടാക്സ് പേയേഴ്സിൻ്റെ റിട്ടേണിലോ അക്കൗണ്ട്സിലോ എന്തെങ്കിലുമൊക്കെ അൺക്ലിയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല, എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രപ്പൻസീസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഗ്രൗണ്ട് ഫോർ എ റീഫണ്ട് ഓഫ് ടാക്സ് അണ്ടർ GST? GSTയുടെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് വന്ന ടാക്സ് നമ്മൾ റീഫണ്ട് ചെയ്യുക. അതെപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൗണ്ട്സിലാണ് റീഫണ്ട് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷൻസ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. എപ്പോഴൊക്കെയാണ്? ചിലപ്പോൾ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, അതുപോലെ തന്നെ സപ്ലൈ ടു SEZs യൂണിറ്റ് ആൻഡ് ഡെവലപ്പേഴ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സ് റിഗാർഡഡ് ആസ് ഡീംഡ് എക്സ്പോർട്ട്സ്, റീഫണ്ട് ഓഫ് ടാക്സസ് ഓൺ പർച്ചേസ് മെയ്ഡ് ബൈ UN ഓർ എംബസീസ്. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ GSTയുടെ അണ്ടറിൽ വരുന്ന ടാക്സ് റീഫണ്ട് ചെയ്യണേ കേട്ടോ. 2 മാർക്ക് ആയതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷനൊന്നും വേണ്ട, ജസ്റ്റ് ഇത് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തതാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ GSTR 9 ആൻഡ് GSTR 9B. GSTR 9ഉം GSTR 9Bയും തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഈ GSTR റിട്ടേൺസൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. 2 മാർക്കിലൊക്കെ മിക്കവാറും ഏതെങ്കിലുമൊക്കെ റിട്ടേണൊക്കെ ചോദിക്കാറുണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേതിലും ചോദിക്കാറുണ്ട്, ഷോർട്ട് എസ്സേയിലും ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പോവായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് GSTR 9ഉം 9Bയും പറയാം. അപ്പോൾ GSTR 9 എന്ന് പറയുന്നത് ആനുവൽ ആയിട്ടുള്ള റിട്ടേൺ ആണ്. അതായത് ഒരു വർഷത്തിൽ ഒരുപാട് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ടാക്സ് റിട്ടേൺസിൻ്റെ എല്ലാം സമ്മറീസിൻ്റെ സമ്മറീസൊക്കെ ആക്കിയിട്ടുള്ള ആ ഒരു ആനുവൽ റിട്ടേൺ ആണ് GSTR 9 എന്ന് പറയുന്നത്. അതായത് ഒരു ഇയറിൽ ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ ടാക്സ് റിട്ടേൺസിൻ്റെയും സമ്മറൈസസ് ആയിട്ടുള്ള ആനുവൽ റിട്ടേൺ ആണ് GSTR 9 എന്ന് പറയുന്നത്. അപ്പോൾ GSTR 9B എന്ന് പറയുന്നതോ അത് സമ്മറി ഓഫ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. TCSൻ്റെ സമ്മറി, അതായത് ടാക്സ് പേയേഴ്സ്, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടാക്സ് പേയേഴ്സ് ഫയൽ ചെയ്യണ TCSൻ്റെ സമ്മറിയാണ് GSTR 9B എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ ഐഡിയ ഓഫ് ഇ-വേ ബിൽ. ഇ-വേ ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മെയിനായിട്ട് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യാമെന്നറിയോ? നമ്മുടെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ വാല്യൂ 50,000-നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ് ഇ-വേ ബിൽ. ഓക്കെ, അപ്പം നമ്മുടെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15,000-നേക്കാളും എബവ് ആണെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ് ഇത് ഇ-വേ ബിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് മാൻഡേറ്ററി ആണ്. ആർക്കൊക്കെ മാൻഡേറ്ററി ആണ്? ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സിനും മാൻഡേറ്ററി ആണ്. ചില സർട്ടൻ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും അതെന്താണ്? മാൻഡേറ്ററി ആണെന്നാണ് പറയണേ. അതുപോലെ തന്നെ ഇ-വേ ബില്ല് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, GSTIN ഉണ്ടായിരിക്കും, വെഹിക്കിൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇ-വേ ബില്ല് ഉണ്ടാവുക. ഇ-വേ ബിൽ ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ 3 ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻഡ് ബൈ GST നെറ്റ്വർക്ക്? GST നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. അതാ 3 പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് GST നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യണ ഈ ലെഡ്ജേഴ്സ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. അടുത്തതാണ് വാട്ട് ഈസ് എക്സംപ്റ്റഡ് സപ്ലൈ. എന്താ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സംപ്റ്റഡ് സപ്ലൈസ് ടാക്സബിൾ ആണ്, പക്ഷേ എന്തില്ല? GST ഇല്ല. അതുപോലെ തന്നെ അതിന് ITC എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈസ് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്, പക്ഷെ അതിനെ എന്ത് അട്രാക്റ്റ് ചെയ്യുന്നില്ല? GST അട്രാക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ITC നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ നെക്സ്റ്റ് ആണ് വാട്ട് ഇസ് GSTC. GSTSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? GSTC എന്ന് പറഞ്ഞാൽ GST കൗൺസിലാണ്. GST കൗൺസിൽ എന്താ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുക്കും. എന്തിൻ്റെ റെക്കമെൻഡേഷനാണ് കൊടുക്കുക? GSTനെ കുറിച്ചായിരിക്കും അല്ലേ. GSTയുടെ ടാക്സ് റേറ്റിനെ കുറിച്ച്, അതിൽ വരുത്തേണ്ട എക്സംഷൻസിനെ കുറിച്ച്, ത്രെഷോൾഡ് ലിമിറ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻസ്, അതുപോലെ തന്നെ GST ലെജിസ്ലേഷൻസ് ഇൻക്ലൂഡിങ് റൂൾസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യത്തിൻ്റെ റെക്കമെൻഡേഷൻസ്
സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കുന്ന കൗൺസിലാണ് GST കൗൺസിൽ, GSTC എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്താ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എപ്പോഴും ആർക്കാ GSTയിൽ ലയബിലിറ്റി ഉണ്ടായിരിക്കുക ടാക്സ് പേ ചെയ്യാനായിട്ട്? ഗുഡ്സും സർവീസസും സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്കായിരിക്കും അല്ലേ. അപ്പോൾ സപ്ലയറാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഒക്കെ പേ ചെയ്യേണ്ടത്. പക്ഷേ റിവേഴ്സ് ചാർജ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ അത് റിവേഴ്സ് ആയിരിക്കും. റെസിപ്പൻ്റ് ആയിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക? ടാക്സ് പേ ചെയ്യേണ്ടി വരിക. അത് ചില കാറ്റഗറീസ് ഓഫ് സപ്ലൈയിലാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ GST ശരിക്കും പേ ചെയ്യേണ്ടത് ആരാ? ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നത് സപ്ലയറാണ്. പക്ഷേ ചില കേസസിൽ അതാരായിരിക്കും? റെസിപ്പൻ്റ് ആയിരിക്കും. അതിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് CGST എന്താണെന്ന് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ നോക്കി വെക്കേണ്ടതാണ് SGSTയും IGSTയും. SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? SGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടാക്സ് എന്തുമെയാണ് ലെവി ചെയ്യണേ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിനെ ലെവി ചെയ്യുന്ന ടാക്സാണ് SGST എന്ന് പറയുന്നത്. അത് ആരാണ് ലെവി ചെയ്യുക? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ലെവി ചെയ്യുക. SGST ആക്റ്റാണ് ഗവേൺ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് അല്ലേ. എല്ലാ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസിലും വരുന്ന ടാക്സ് ലെവി ചെയ്യുന്നതിനെയാണ് IGST എന്ന് പറയുന്നത്. ഗവേൺ ചെയ്യുന്നത് IGST ആക്റ്റാണ്. അടുത്തതാണ് വാട്ട് ഈസ് കോമ്പൻസേഷൻ സെസ്. കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് GST ആക്റ്റാണ് ഈ ഒരു സെസ് എന്ത് ചെയ്യുന്നത്? ലെവി ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ സ്റ്റേറ്റിലും GST ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് എന്താവശ്യമായിട്ട് വന്നിട്ടുണ്ട്? റവന്യൂ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. വെറുതെ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒന്നല്ല GST എന്ന് പറയുന്നത്. അതിന് ഒരുപാട് പൈസ ചിലവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരിക്കലും ഒരു സ്റ്റേറ്റിന് എന്ത് വരാനായിട്ട് പാടില്ല? ലോസ് വരാനായിട്ട് പാടില്ല അല്ലേ. അപ്പോൾ ആ ലോസ് വരാതിരിക്കാനായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് റെക്കമെൻഡ് ചെയ്തത് GST കൗൺസിലാണ്. ഒരു 5 ഇയേഴ്സിനാണ് ഈ ഒരു റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ഡീംഡ് സപ്ലൈ. ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആയിരിക്കും. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കില്ല? കൺസിഡറേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ അവിടെ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡീംഡ് സപ്ലൈ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്, AMT. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ പേ ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് ടാക്സിനെയാണ്, കമ്പനി അല്ലാതെ ഒരു പേഴ്സൺ പേ ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് ടാക്സിനെയാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെക്യൂരിറ്റീസ് ബൈ സെൽ ചെയ്യുന്ന ടൈമിൽ ലെവി ചെയ്യുന്ന ടാക്സാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെക്യൂരിറ്റീസ് ബൈ സെൽ ചെയ്യുന്ന ടൈമിൽ ലെവി ചെയ്യുന്ന ടാക്സാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് സെൽഫ് അസസ്മെൻറ്റ്. സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസസ്സി ഒരു അസസ്സി ഉണ്ടെങ്കിൽ അയാൾ തന്നെ എന്ത് ചെയ്യും? അയാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും, ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ടാക്സ് പേ ചെയ്തതിന് ശേഷം അയാൾ ആ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് അയാൾ തന്നെ അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അടുത്തതാണ് വാട്ട് ഈസ് റവന്യൂ ന്യൂട്രൽ റേറ്റ്. റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സിങ് പ്രൊസീജിയറാണ്. അതായത് ടാക്സ് ലോസ് ചേഞ്ച് ചെയ്താലും ഗവൺമെൻറ്റിന് സെയിം എമൗണ്ട് ഓഫ് മണി തന്നെ കിട്ടുന്ന ആ ഒരു ഇതിനെയാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് GSTR 2A. GSTR 2A എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എന്തെങ്കിലും ഇൻവേർഡ് സപ്ലൈസ് പർച്ചേസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിപ്പൻ്റ് ഫയൽ ചെയ്യുന്ന റിട്ടേൺ അല്ലെങ്കിൽ ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് GSTR 2A എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സെല്ലർ പേ ചെയ്യേണ്ട ഒരു ടാക്സ് ആണ്. സെല്ലർ എന്ത് ചെയ്യും? സെയിൽ ഓഫ് ഗുഡ്സ് നടക്കുന്ന ടൈമിൽ അത് ബയറിൻ്റെ നിന്ന് കളക്റ്റും ചെയ്യും കേട്ടോ. അപ്പോൾ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെല്ലർ പേ ചെയ്യേണ്ട ടാക്സ് ആണ്. അത് സെല്ലർ എന്ത് ചെയ്യും? സെയിൽ ഓഫ് ഗുഡ്സ് നടക്കുന്ന ടൈമിൽ ബയറിൻ്റെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കളക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് വാട്ട് ആർ ഡീംഡ് ഇൻകം.
ഇൻകം. ഡീംഡ് ഇൻകം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻകം ആണ്. അത് ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് ഉണ്ടാവുന്നില്ല, ആക്ച്വൽ റിസീപ്റ്റ് ഓഫ് മണിയോ പ്രോപ്പർട്ടിയോ ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് ആക്ച്വൽ റിസീപ്റ്റ് ഓഫ് മണി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ആയിട്ട് ഇതിനെ ഡീം ചെയ്യും, ഇൻകം ആയിട്ട് ഡീം ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് ടാക്സ് ഹോളിഡേ. ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത് ഒരു പീരീഡാണ്. അതായത് ഈ ഒരു പീരീഡിൽ ടാക്സ് പെയർ, അത് യൂഷ്വലി ബിസിനസ് ആയിക്കോട്ടെ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എന്ത് ചെയ്യേണ്ടി വരില്ല, ടാക്സസ് എന്ത് ചെയ്യേണ്ടി വരില്ല, പേ ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ടാക്സ് റേറ്റിൽ എന്ത് കിട്ടും, ഒരു റിഡക്ഷൻ കിട്ടും. അങ്ങനെയുള്ള ആ പീരീഡാണ് ടാക്സ് ഹോളിഡേ. ടാക്സ് ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു പീരീഡിൽ ബിസിനസ് ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും എന്ത് ചെയ്യേണ്ട, ടാക്സ് പേ ചെയ്യേണ്ട. അതുപോലെ തന്നെ ടാക്സ് റേറ്റിൽ ചിലപ്പോൾ അവർക്കൊരു റിഡക്ഷൻ കിട്ടും. ആ ഒരു പീരീഡാണ് ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏകദേശം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് പറ്റുന്ന പോലെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 5 മാർക്ക് എസ്സേ പറയുമ്പോൾ ചിലത് അതിലും വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ള കുറച്ചുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെയാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൽ കയറിയിട്ട് അതിൽ ജോയിൻ ചെയ്താൽ നോട്ട്സ് കിട്ടും. അതുപോലെ തന്നെ ബാക്കി നമുക്ക് 5 മാർക്കും എസ്സേ ഒക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണ്, ഇതുപോലത്തെ വീഡിയോസ് കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.